ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ രാവിലെ ചായക്കടി ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചായ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വേഗം നമ്മൾ അടിച്ച് വാരി തുടച്ച് ഒക്കെ റെഡിയാക്കട്ടെ. പിന്നെ ഇന്ന് അക്കുനും ഒക്കെ സ്കൂളുണ്ട് കേട്ടോ. അപ്പം സ്കൂളുള്ള ദിവസമാണ്. അപ്പം നമ്മൾ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് അവരെ പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്നൊരു വീട്ടിൽ ചെയ്യുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് മാതിരി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പണികളാണ് കേട്ടോ ഒന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അക്കുവിന് വേണ്ടിയിട്ട് ചോറും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇഡ്ഡലി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവട്ടെ. അപ്പോഴേക്ക് ഇതാക്കണ മോന് നീച്ച് വന്നിട്ടുണ്ട്. അവന് പിന്നെ ഇഡ്ഡലി വലിയ ഇഷ്ടമല്ല കേട്ടോ, ചെറിയ മോന്. അപ്പോൾ അവന് ഞാൻ വെറൈറ്റി ആയിട്ട് മഞ്ഞ യെല്ലോ അപ്പം വേണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടാളും അവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താക്കുന്നത് ചോറ് അടുപ്പത്തിടട്ടെ. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി കഴുകി ഇടട്ടെ കേട്ടോ. പിന്നെ അവന് പോകാനാകുമ്പോഴത്തേന് ചോറ് ആവണം. അപ്പോൾ വേഗം ഞാൻ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി അവന് സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേന് പെട്ടെന്ന് റെഡി ആക്കുകയാണ്. അപ്പോൾ പിന്നെ അവന് കോളിഫ്ലവർ ആണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്കിന്ന് ചോറിന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതും വേഗം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ അവന് ബാഗിൽ ആക്കി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ സ്കൂൾ കൊണ്ടുപോകാനൊക്കെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിലും പിന്നെ അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉച്ചക്ക് കറിക്ക് വേണ്ടിയിട്ട് ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കടായി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഇത് കോൺഫ്ലവർ ആണ് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ നല്ല ഇതിൽ മസാല കൂട്ടി വെക്കണം ആദ്യം തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മസാല കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മസാല കൂട്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിത് മസാല കൂട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കോളിഫ്ലവർ മതി പറഞ്ഞപ്പോൾ പിന്നെ മോന് വേഗം പെട്ടെന്ന് അത് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്കൂൾ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറി ഉണ്ടാക്കുന്നത്, കടായി ചിക്കൻ ഉണ്ടാക്കുന്നത് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് ഫോൺ വന്നിട്ട് അപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്, കടായി ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറും റെഡി ആയിട്ടുണ്ട്. മോന് പോകാനായിട്ടുണ്ട്. അപ്പോൾ അവന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബസ് വരും കേട്ടോ. അങ്ങനെ മോന് ബസ്സിന് പോകാൻ റെഡിയായി നിൽക്കണം. അങ്ങനെ അവന് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറിയ ആളെ ഞാൻ നഴ്സറി കൊണ്ടാക്കുകയാണ് കേട്ടോ. അംഗൻവാടിക്ക് കൊണ്ടുപോയാക്കുകയാണ്. പൊതുവേ അംഗൻവാടിയിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇഷ്ടമല്ല പോകുന്നത്. നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയാക്കി പോരുന്നതാണ് കേട്ടോ. പോകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കരയും കേട്ടോ. അപ്പോൾ നമ്മൾ അംഗൻവാടിക്ക് പോവാണ്. അങ്ങനെ നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അംഗൻവാടി. അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവനെ അംഗൻവാടിക്ക് ആക്കിയിട്ട് ഞാൻ പിന്നെ വേഗം വീട്ടിൽ തന്നെ തിരിച്ചെത്തിട്ടോ. ഇനിയാണ് മക്കളെ നമ്മളെ യുദ്ധം തുടങ്ങുന്നത്. നമ്മൾ ഇനി പാത്രം കൈകലും അടിച്ചുവാരലും തുടക്കലും അങ്ങനെ ക്ലീനിങ് ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ ഇനിയുള്ളത്. അങ്ങനെ മക്കളെല്ലാവരും പറഞ്ഞയച്ച് സ്വസ്ഥമായിട്ട് ഇനി നമ്മൾ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ എടുക്കുകയാണ് കേട്ടോ. അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇടാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങൾ അടുക്കള ഭാഗത്ത് കഴുകിയിടാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചുങ്കത്ര പോകാണ്ട് കേട്ടോ. ചുങ്കത്ര അല്ല, നിലമ്പൂർ കരിമ്പുഴയിൽ നിന്നാണ് നമ്മൾ ഹെയർ ഓയിലേക്ക് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത് കേട്ടോ. അവിടെ തന്നെ നമുക്ക് കൊപ്ര ആട്ടിയിട്ട് ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എണ്ണ എടുക്കാറുള്ളത്. കരിമ്പുഴക്കൊന്ന് പാത്തിപ്പാറന്നാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിനി എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം, എണ്ണ കൊണ്ടുവരാൻ പോകണം. നമ്മളെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അമ്മീസ് ഹെയർ ഓയിൽ എന്നാണ് നമ്മളെ ഹെയർ ഓയിലിൻ്റെ പേര്. മുടി കൊഴിച്ചിൽ, താരന്, അകാല നിര, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ, തലക്ക് നല്ല തണുപ്പ് കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. വേഗം പണികളൊക്കെ തീർത്തിട്ട് നമ്മളെ കുളി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹെയർ ഓയിലിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇതാക്കണ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മൊത്തമായിട്ടൊന്ന് തുടച്ചിടട്ടെ. അങ്ങനെ അതാ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ബെഡ്ഷീറ്റ് മീഷോന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. വെൽവെറ്റിൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതാക്കണം അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. ഇനി തുടക്കലും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോവാണ് കേട്ടോ. ഹെയർ ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ പണികളൊക്കെ തീർത്ത് നമ്മൾ ഇതാക്കണം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ കരിമ്പുഴ പാത്തിപ്പാറയാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ ഇതാക്കണം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളിനി വെളിച്ചെണ്ണ വാങ്ങിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ്. ഇവിടെ തന്നെ കുറേ തെങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങ ഉപയോഗിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്. 100% നാച്ചുറലാണ് കേട്ടോ. കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് വീട്ടാവശ്യത്തിന് വേണമെങ്കിൽ അങ്ങനെ ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞങ്ങൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇനി പോവുകയാണ്. ഇത് അവരെ ബോട്ടിലാണ് കേട്ടോ അവർ കൊടുക്കുന്നതാണ്. നല്ല അടിപൊളി വെളിച്ചെണ്ണയുണ്ട്. നമുക്ക് ഭക്ഷണമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അത്രയും നല്ല ടേസ്റ്റിലെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ചക്കിലാട്ടിയത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണക്ക്. അങ്ങനെ ഇതാക്കണം നമ്മൾ എണ്ണയൊക്കെ എടുത്ത് പിന്നെ ഇതാക്കണം ഇവിടുന്ന് നമ്മളൊരു തൈ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ഫാമും കൂടി ഉണ്ട് കേട്ടോ. നഴ്സറി ആയിട്ട് വരുന്നുണ്ട്. നമ്മളെ ചെടികളല്ല മരത്തൈകൾ മൊത്തം ഇവിടെ ഉണ്ട്. തെങ്ങ്, പ്ലാവ്, മാവ്, ജാതി, റംബൂട്ടാൻ, കുരുമുളക്, അങ്ങനെ എല്ലാവിധ മരത്തൈകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു റംബൂട്ടാൻ്റെ തൈയും കൂടി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇവിടുന്ന് ഒരുപാട് ആളുകൾ വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. തെങ്ങും തൈയും പ്ലാവും മാവും കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹെയർ ഓയിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പിന്നെ ഇതാക്കണം ഞാൻ ഇങ്കുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിൽ പോവുകയാണ് കേട്ടോ. വേഗം അവനെ പോയി കൊണ്ടുവരട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ അക്കും വരും കേട്ടോ. അങ്ങനെ ഞാനിതാ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. അംഗൻവാടിയിൽ എത്തിയതോട് കൂടിയിട്ട് ഇതാക്കണ മോന് വേഗം വന്നിട്ട് വണ്ടിമ്മ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ഇതാക്കണ അവനകത്തേക്ക് കയറുകയാണ്. നേച്ചറി പോയി അങ്ങനെ അവൻ വന്നപ്പോഴേക്കും ഞാൻ ചായയും കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ കൊടുക്കട്ടെ. അപ്പോഴേക്കും ഇതാക്കണ അക്കു വരുന്നുണ്ട് കേട്ടോ. അക്കും സ്കൂളിലിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അവനും ചായ കൊടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു. താങ്ക് യു ഫോർ വാച്ചിങ്.